ഞാൻ ചെറിയൊരു കഥ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. കഥയല്ല, റിയൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചെറിയൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടോ ഇതിൽ? ഞാൻ 2 ദിവസം മുമ്പേ ഒരു ചക്ക വാങ്ങി. 2 ദിവസം ഒരു 3-4 ദിവസം മുമ്പ് ഒരു ചക്ക വാങ്ങി. പയ്യന്നൂരിൽ നിന്നാണ് വാങ്ങിയത്. വരിക്ക ചക്കയാണോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് അവരോട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കിലോന് 25 രൂപയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നോട് 100 രൂപ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ ചക്ക കൊണ്ടുവന്ന് ചക്ക ഇവിടെ കൊണ്ടുവന്നതല്ലാതെ ചക്ക ഒരു ദിവസം കഴിഞ്ഞിട്ട് ചക്കയിൽ നിന്ന് ഒരു മണവും ഒന്നുമില്ല. അപ്പോൾ പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചക്ക പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ചക്ക നല്ല രീതിയിൽ നെങ്ങുന്നുണ്ട്. പക്ഷെ ചക്കയുടെ ഭാഗത്തുനിന്ന് മണം വരുന്നില്ല. സാധാരണ ചക്ക പൊഴുത്ത് കഴിഞ്ഞാൽ ചക്കയിൽ നിന്നും നമുക്ക് മണം വരാറുണ്ട്. പക്ഷെ ഇതിൽ ഒരു മണമില്ല, കുണമില്ല, ഒന്നുമില്ല. അങ്ങനെ വൈഫ് പറഞ്ഞ് ഏതായാലും ഇപ്പൊ മുറിക്കണ്ട, ഒറ്റൊരു ദിവസമായിട്ട് വൈകിട്ട് ഒരു പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ വൈകിട്ട് ചക്ക നല്ല രീതിയിൽ നെങ്ങാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ നമുക്ക് അതെല്ലാം നാളെ രാവിലെ മുറിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹത്തോടെ ചക്ക തിന്നാനുള്ള ആശയോടെ പിറ്റേന്ന് രാവിലെ മുറിച്ചു. മുറിക്കുമ്പോഴത്തേക്ക് ചക്ക വരിക്കുമല്ല, പഴഞ്ചക്കയുമല്ല, ഒരു കാട്ടുചക്ക. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ചക്ക ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ചക്കയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് അതിൽ കുരു ഇല്ല, ഒന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കഥ പറയുന്നത് വെച്ചാൽ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ചക്ക നമ്മൾ വാങ്ങിയത് 100 രൂപ കാണുന്നുണ്ടെങ്കിലും ഈ ചക്ക വാങ്ങിയ അതേ സ്പോട്ടിൽ തന്നെ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോട്ടോ ഞാൻ ഈ ചക്ക വാങ്ങിയിട്ട് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ച് ചക്കയുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. 31,000 വ്യൂസ് അതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏണിങ്സ് എനിക്ക് $0.8 എനിക്ക് ലഭിച്ചു. പിന്നീട് നമ്മൾ ചക്ക മുറിച്ച സമയത്ത് ഞാനൊരു ഫോട്ടോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ചക്ക മുറിച്ച് ആ ചക്കയുടെ സീന്, അതായത് ചക്കയുടെ ഫോട്ടോ നോക്കിയോ നിങ്ങൾ. ചക്ക ഒന്നും നമുക്ക് അതിന് ഒരു നിറവുമില്ല. അതുപോലെ തന്നെ ചക്കയുടെ പിന്നെ ചോള തീരെയില്ല, ചെറിയൊരു വലുപ്പം. ചിലതിൽ മാത്രം കുറച്ച് കുരുവും കാര്യങ്ങളൊക്കെ കാണുന്നല്ലാതെ പിന്നെ ശരിക്കും ചക്കയാണെന്നേ പറയാൻ പറ്റൂല. ഇങ്ങനെ നിങ്ങുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ചക്ക. എന്നിട്ട് നമ്മൾ ഈ ചക്ക മുറിച്ചിട്ട് ചക്ക ഈ നഷ്ടത്തിലായ സംഭവം ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണിക്ക് വേണ്ടി ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പോൾ ഫേസ്ബുക്കിലിട്ട് അതിൻ്റെ ഫേസ്ബുക്കിൽ ഒരുപാട് കമന്റ് വന്നു, ലൈക്ക് വന്നു. പല ആൾക്കാർക്കും എന്നോട് സങ്കടം തോന്നിപ്പോയി. ചക്ക വാങ്ങിയിട്ട് നിങ്ങൾക്ക് തിന്നാൻ ഗതിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അതൊന്നുമല്ല വിഷയം. 126K പിന്നെ വ്യൂസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള എനിക്ക് ഏണിങ്സ് നോക്ക് $1.58 ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞാനത് റീലാക്കിയിട്ടും വിട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ആ ചക്കയുടെ സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് 6000 സംതിങ് വ്യൂസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏണിങ്സ് നമുക്ക് $0.8 ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ എത്ര ഡോളറായി? 8 പ്ലസ് ഇതിൽ ലഭിച്ചിട്ടെടുക്കുന്ന 1.58 പ്ലസ് 8 1.66 പ്ലസ് നമ്മുടെ തുടക്കത്തിൽ വാങ്ങിയിട്ടുള്ള അതിൽ ഒരു $8. ഓക്കെ, 1.66 8 $1.74. നമുക്കിവിടെ ഗൂഗിളിൽ ടോട്ടൽ എമൗണ്ട് എത്ര നമുക്ക് നോക്കാം. 1.76 163.34 രൂപ എനിക്ക് നിലവിൽ ശുക്രനും തന്നു. ഞാൻ ചെലവാക്കിയത് 100 രൂപയാണെന്നുണ്ടെങ്കിലും എനിക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും, പക്ഷെ എനിക്ക് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ എമൗണ്ട് 100 രൂപയാണെന്നുണ്ടെങ്കിൽ 163 രൂപയോളം എനിക്ക് ശുക്രനും തന്നു. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഫേസ്ബുക്കിനെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് ലാഭം നേടാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഫോട്ടോ നമ്മൾ വേറൊരു സോഷ്യൽ മീഡിയയിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഫേസ്ബുക്കിലുള്ളത്. ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഏണിങ്സ് നല്ല രീതിയിൽ, നമ്മളും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ലൈഫിലെ ഫണ്ണി ആയിട്ടുള്ള പിന്നെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. പെട്ടെന്ന് ഏത് രീതിയിലാണ് നിങ്ങളുടെ ഭാഗ്യം കടാക്ഷിക്കുന്നത് പറയാൻ പറ്റില്ല. പരമാവധി നിങ്ങൾ ഒറിജിനൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ കൂടിയും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും, വെറും റീൽസിൽ മാത്രമല്ല കേട്ടോ. ഈ ഒരു വീഡിയോയിലൂടെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.